ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്താണ് കേട്ടോ. കുറേ നാളായി ഞാൻ ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട്. മറ്റേത് ഞാൻ മലപ്പുറത്ത് വരുന്ന സമയത്ത് പ്രോഗ്രാമിനും ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് സ്ഥിരമായിട്ട് സ്റ്റേ ചെയ്യുന്ന പ്ലേസാണ്, വീടാണ് ഇത്താത്തയുടെ വീട്. ഞാൻ ഇത്താത്ത എന്നാണ് വിളിക്കുക. അപ്പോൾ ഞാനിവിടെ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്നൊരു ഫ്രണ്ടിൻ്റെ കല്യാണമാണിന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ വന്നപ്പോൾ നല്ല ടയേർഡായി. ട്രാവലൊക്കെ ചെയ്തിട്ട് നല്ല ടയേർഡായി. എനിക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് മാത്രമല്ല, കിച്ച് കിച്ച് തൊണ്ടയിൽ കിച്ച് കിച്ചുണ്ട്. സ്ട്രെപ്സിൽസ് കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിലും സൗണ്ട് നോക്കിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിന് മുന്നേയുള്ള വീഡിയോയിലും വോയിസ് ഓവർ ചെയ്തപ്പോഴൊക്കെ എൻ്റെ സൗണ്ട് നല്ല ഡൗൺ ആയിരുന്നു. അപ്പോൾ എന്നാലും ഇൻഷാല്ലാ കല്യാണത്തിന് പോകണം. പിന്നെന്താ പറയുക, അപ്പോൾ ഇന്നലെ വന്ന സമയത്ത് തന്നെ ഇത്തത എന്താ ജ്യൂസും അതൊക്കെ തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ നല്ല ടയർഡാണ് പിച്ചുവേ, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ, ഫ്രഷായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. ഫ്രഷായി പോയി കിടന്ന് ഉറങ്ങി. രാവിലെ എണീറ്റ് പല്ലും തേച്ചിട്ട് വന്ന വരവാണിത്. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളെ ഇത്താത്തയുടെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ എന്നാലും ഇൻഷാല്ലാ നമുക്ക് കാണാം. ഓക്കെ, കം. മഴയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്താത്തയുടെ വീടൊക്കെ ഒന്ന് കാണാം, ഫ്രണ്ടേജ് കാണാം. ഓക്കെ, നമുക്ക് റംബുട്ടാനൊക്കെ പിടിച്ചിരിക്കുന്ന നോക്ക്. ഇനി ഇതാണ് വീട്, കാണുന്നുണ്ടോ? ഓക്കെ, ഇതാണ് ഇത്താത്തയുടെ വീട്. ഓക്കെ, നമുക്കിനി എൻ്റർ ചെയ്യാം. ഓക്കെ, ഇത്താത്തയ്ക്ക് ഇവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട്, ആ സെയിം റംബൂട്ടാൻ തന്നെയാണ്. റംബൂട്ടാനുണ്ട്, കുറേയൊക്കെ ചെടികളൊക്കെ പോയി നേരത്തെ. ഇതിലൊരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പേരയ്ക്ക, പിന്നെന്താ കുറേ ചെടികളുണ്ട്. ഇവിടെ ഹാങ്ങിങ് ആയിട്ട് ഞാൻ ആദ്യമൊക്കെ വരുമ്പോൾ ഒരുപാട് ചെടികളുണ്ടായിരുന്നു ഇങ്ങനെ. എന്ത് രസമുണ്ടല്ലേ കാണാൻ. നോക്ക്, ഇലകൾ നോക്കിയേ. അപ്പോൾ ഇതാണ് എൻ്റെ ചെരുപ്പ് ഇവിടെ കിടക്കുന്നതാണ് നമ്മുടെ ഇത്താത്തയുടെ വീട്, വീടിൻ്റെ ഫ്രണ്ടേജ്. പിന്നെ അങ്ങോട്ടേക്കും ഉണ്ട് കുറച്ച് കോഴികളൊക്കെ ഉണ്ട്, കോഴിക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും കാണും. ഇതാ മാങ്ങ വീട് കിടക്കുന്നു, നോക്കട്ടെ. ഓക്കെ, മാങ്ങ ഒക്കെ എവിടെ ചെന്നാലും കുറേ മാങ്ങ കിട്ടും. കാന്താരി, ഇവിടെ കുറച്ച് ഹെർബും അങ്ങനെയുള്ള കുറച്ച് ചെടികളൊക്കെയാണ്. കറ്റാർ വാഴ. പിന്നെ അതാ ഈ സാധനം, ഇതെന്താ ഒരു മല്ലിയിലയുടെ സ്മെല്ലാണ്. മല്ലിയിലയുടെ എന്താണ് ബിരിയാണിയിലൊക്കെ ഇടുന്ന സാധനം എന്നൊക്കെ പറയുന്നേക്കാം. നല്ല സ്മെല്ലാണിത്. മല്ലിയിലല്ലേ? അതന്നെ, മല്ലിയിലയുടെ. നമ്മളുടെ നോർമൽ മല്ലിയിലയിലും കുറച്ചും കൂടെ എഫക്റ്റ് ഉണ്ടാവും ഇതിടുമ്പോൾ. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പോയി. എന്നാലും ഇനിയിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഇത് പറഞ്ഞ് കൊണ്ടുപോകണം. പിന്നെ കറ്റാർ വാഴ. അങ്ങനെതാ കോഴിക്കൂട് ഉണ്ടല്ലോ. കോഴികളൊക്കെ പുറത്തു പോയി തോന്നുന്നുണ്ട്. ഞാൻ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അടുത്ത മാങ്ങ അവിടെ വീണ്. ഇതെന്താണ്, മഞ്ഞളാണോ എന്നറിയില്ല, ആവാം. അടുത്ത മാങ്ങയും വീണ്. എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാങ്ങകൾ വീണു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ, അതുകൊണ്ടായിരിക്കും മാങ്ങ വീണു. ഓക്കെ, ഇതിന് പിന്നെ എന്തായാലും കൊണ്ടുപോകാം നമുക്ക്. മറ്റയാളെവിടെ, അവനെയും പിണക്കുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വന്നിട്ട് ഇനി അവനെ കൊണ്ടുപോയില്ല എന്ന് പറയണ്ട. ഓക്കെ, അല്ല ഓക്കെ. അപ്പോൾ 2 മാങ്ങ കിട്ടി, നമുക്ക് പോകാം. ബാക്കിയുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇത്താത്തയുടെ വീടെന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ വന്നാൽ കിടക്കുന്ന മുകളിൽ റൂമുണ്ട് കേട്ടോ, അവിടെയാണ് ഞാൻ കിടക്കുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് വീടിൻ്റെ ഒരു ഫ്രണ്ടേജ് എന്ന് പറയുന്നതാണ്. കണ്ടില്ലേ?
പിന്നെ അതാ എൻ്റെ ചെരുപ്പൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അത് അതിൻ്റെ എടുത്തിട്ടാണെന്ന് തോന്നുന്നുണ്ട്, ഞാൻ ഫ്രണ്ടിലെടുത്തിട്ടാണ്. അപ്പോൾ ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു രസമാണ്. ഇവിടെ ഞാനും ഇപ്പോഴത്തെ ഞങ്ങളൊക്കെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഒരു പൂച്ചക്കുട്ടി വരുന്നുണ്ട്. ഇവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ, ചിഞ്ചിലി എന്ന് പറഞ്ഞിട്ട്. അവളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം. ഓക്കെ, വീടിനകത്തേക്ക് പോവാം. ഇവിടെ നമ്മുടെ ചിങ്കില് കിടന്ന് ഉറങ്ങുന്നുണ്ടില്ലേ, നിസ്കാരപ്പായൽ. ചിങ്കിലി ചിങ്കിലി, ഇവളാണ് ഇവിടുത്തെ പൂച്ചക്കുട്ടി. ഞാനിവിടെ ആദ്യം വരുമ്പോഴൊക്കെ കുഞ്ഞാപ്പിയായിരുന്നു, ഇപ്പോൾ അവൾ വലിയ കുട്ടിയായി. ഓക്കെ, അവിടെ റൂമുണ്ട്, കിച്ചൺ. ഞാൻ വന്നു കഴിഞ്ഞാൽ എന്താ, ഞാൻ കിടക്കുന്ന റൂമാണിത് അല്ലേ. ഇതാണ് ഇവിടുത്തെ എൻ്റെ റൂം. ഓക്കെ, നമ്മുടെ ഇത്തത്തേക്ക് ഒരു മോളുണ്ട് കേട്ടോ, മൂസിന. അപ്പോൾ അവളിപ്പോൾ ഇവിടെ ഇല്ല, അവൾ ലണ്ടനിലാണുള്ളത്. അപ്പോൾ അവളിവിടെ ഉള്ള സമയത്ത് ഞാനിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വൈബായിരിക്കും, ഒച്ചപ്പാടും ബഹളവും, ഞങ്ങൾ രണ്ടുപേരും കൂടെ പാട്ടും അതും ഇതും. പിന്നെ അതുപോലെ തന്നെ ഞാൻ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നേരത്തെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം കഴിയും, ഈവനിങ് തന്നെ പെട്ടെന്ന് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോവും. ഞങ്ങളെല്ലാവരും കൂടെ വണ്ടി എടുത്തിട്ട് പോയിട്ട് ഫുഡ് കഴിക്കാനും അങ്ങനെയൊക്കെ ജസ്റ്റ് ചില്ല് ചെയ്യാനായിട്ടൊക്കെ അങ്ങനെ പോവും. അപ്പോൾ ഇത്തത്തെ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും, അങ്ങനെയൊക്കെ പോവും. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ അവളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്, മിസ്സി മൂസി. ഞാൻ ഈ ഒരു പ്ലേസിൽ ഞാൻ അവളുടെയും എൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അവളുള്ള സമയത്ത് ഭയങ്കര വൈബായിരുന്നു, ശരിക്കും അവളെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവളുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആലോചിച്ചു പോകണം. ഇവിടേക്ക് ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കും, ഓരോ വട്ടത്തരങ്ങളൊക്കെ ഇങ്ങനെ പറയും. അല്ലെങ്കിൽ ഞങ്ങൾ നേരെ താഴെ സിറ്റൗട്ടിൽ പോയിരുന്നു, ഞാൻ ആ കാണിച്ച പ്ലേസിൽ അങ്ങനെ പോയിരിക്കും. അവിടെ നിന്നിട്ട് ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യും, അങ്ങനെയൊക്കെ ഇങ്ങനെ വൈബടിച്ചിരിക്കും. അവളുള്ളപ്പോൾ ഭയങ്കര രസമാണ്. അവൾക്കൊരു മോളുണ്ട്, അപ്പോൾ നല്ല രസമാണ്. അപ്പം ഞാൻ ശരിക്കും ഇപ്പോൾ അവളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അവളില്ലാത്തതിൻ്റെ വലിയൊരു കുറവ് ഈ വീട്ടിലുണ്ട്. അപ്പം അങ്ങനെ ആരാണ് എന്താ ചായക്ക് വേണ്ടിയിട്ടിത് ഓട്ടപ്പം എന്നാണ് പറയുന്നത്. ഇത് ഓട്ടപ്പം അല്ലേ? അതിന് വീഡിയോ എടുക്കുകയാണ് ഞാൻ, പറ. ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ് ഓട്ടപ്പം എന്ന് പറയുന്നത്. ഭയങ്കര നൈസാണ് ഈ ഒരു അപ്പം, ഭയങ്കര നൈസാണ്. ഇതിൽ തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ ഒഴിച്ചു കൂട്ടാൻ നല്ല ടേസ്റ്റാണ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഇത്താത്ത എനിക്ക് ഇതാണ് ഉണ്ടാക്കി തരുന്നത്. പിന്നെ അതാ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, ഡി വിച്ചു നീ പോയി ചായ കുടിക്കടി എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് കിച്ചൺ. എന്തായാലും ഞാൻ നമ്മുടെ ഓട്ടപ്പം കഴിക്കട്ടെ. ഓക്കെ, ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത്തത്തട അച്ചാറുണ്ട്,